ഹലോ, റഷീനയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായി റഷീനാൻ്റെ വീഡിയോസൊന്നുമില്ല, കാരണങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാ എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഇന്ന് വേറെ ഒന്നുമില്ല കേട്ടോ, ഹോസ്പിറ്റലിൽ പോകണ്ട, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, കാരണം ഹോസ്പിറ്റലിൽ കാണിക്കണം. കണ്ണെന്തായ ആകെ ടെൻഷനിലാണ്, അതാണ് മുഖമൊക്കെ വാടിയിരിക്കുന്നത്. പാത്രമൊക്കെ തൂക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എല്ലാട്ടോ വീട്ടിൽ പോകണം. ഉമ്മ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ തന്ന പാത്രങ്ങളാണ്, അത് കൈയോടെ അവിടെ എത്തിച്ചില്ലെങ്കിൽ ഉമ്മ ചീത്ത അറിയും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് തരാൻ പറ്റാതെ കേട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങി, ഇക്കതാ വീട് പൂട്ടി ഇറങ്ങി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ്, വേറെ എവിടെയല്ല. എന്താ പറയുക, ഇക്കാക്ക് കണ്ണിന് മൊത്തം ടെൻഷനിലായിരുന്നു. ഞാൻ പോയി അവിടെ ഡോക്ടറെ കണ്ട് ഇറങ്ങുന്നത് വരെ നല്ല ടെൻഷനായിരുന്നു. രാത്രി തുടങ്ങി ഈ ഫോണിൻ്റെ കാര്യം ആലോചിച്ചിട്ട് 2 ദിവസമായിട്ട് അതായിരുന്നു. അതിനിടയിൽ കൂടെ ഹോസ്പിറ്റലിൽ ചൊവ്വാഴ്ച പോകണമല്ലോ എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. എന്തെന്ന് വെച്ചാൽ അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരാഴ്ച ഏറെ ആയി കണ്ണിൻ്റെ മുറിവ്, ഇനിയിപ്പോൾ പഴുപ്പ് എന്തെങ്കിലും വന്നാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, അങ്ങനെ പഴുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആകെ അങ്ങോട്ട് മനസ്സ് അതിനെ കിടന്ന് അലട്ടായിരുന്നു, എന്താവും ഏതാവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ ലെൻസ് ഇട്ടത്. ഡോക്ടർ പ്രശ്നങ്ങൾ കൂടുന്നു എന്ന് കണ്ടപ്പോൾ വേഗം ലെൻസ് പോയിട്ടൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാലേ നമുക്ക് എന്താണെന്ന് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ടോക്കൺ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ചില്ലറ 5 രൂപ നമുക്ക് ഇവിടെ കൊടുക്കണം. പിന്നെ തൊട്ട് നമ്മുടെ വരിയിൽ നിന്നൊരു ഏട്ടൻ ഒരു 5 രൂപ തന്ന് സഹായിച്ച്, പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ. എന്താ പറയുക, അന്നത്തെ ആ ചീട്ടിൻ്റെ ബാക്കിൽ തന്നെ അവർ എഴുതി തന്നതുകൊണ്ട് 5 രൂപ ആ ഏട്ടന് തന്നെ തിരിച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ ഇതാ ടോക്കൺ. തിരക്കുണ്ടായിരുന്നു കേട്ടോ. 37 നമുക്ക് കിട്ടിയത് ടോക്കന്. എന്നാലും പക്ഷേ നമുക്കിപ്പോൾ വന്ന് അവിടെ സെക്യൂരിറ്റി ആണെങ്കിലും സിസ്റ്റർമാരാണെങ്കിലും കണ്ണിൻ്റെ ഒഫ്താൽമോളജിയിൽ ഡോക്ടറാണെങ്കിലും നല്ല പരിചയമാണ്, നമ്മളെ കണ്ടതും അതുപോലെ നല്ല സഹതാപമാണ് നമ്മളോട്. നമുക്ക് വേണ്ടത് അവർ വേഗം ചെയ്തു തരും. അപ്പം ഇന്നത്തിരി വൈകി, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകി, കാര്യങ്ങളൊക്കെ രാവിലെ കുട്ടികളെ 2 സ്കൂളിൽ വിട്ട് പിന്നെ അതൊക്കെ കഴിയുമ്പോഴേക്കും ഇറങ്ങാൻ കുറച്ച് വൈകി പോയി കേട്ടോ. അതായിരുന്നു നമുക്ക് അല്ലെങ്കിൽ ഒരു 32, 28 അങ്ങനെയൊക്കെ ടോക്കൺ കിട്ടുന്നതാണ്. ഇന്നിപ്പോൾ നമുക്ക് 37 ടോക്കൺ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ടോക്കൺ കിട്ടിയിട്ട് ഇക്ക ഇവിടെ ഇരുന്നൊരേ വീഡിയോ എടുക്കലാണ് കേട്ടോ. ഇക്ക ഇരുന്ന് വീഡിയോ എടുക്കൽ, എന്നിട്ട് ഞാൻ വന്നിട്ട് പറയുന്നു, ഇക്കൊക്കെ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്താൽ മതി, ഞാനവിടെ വരി നിൽക്കണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇക്ക പറയുന്നതാണ്, അപ്പോൾ വീഡിയോ എടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇക്ക പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. പിന്നെ നമ്മൾ പോയതും തന്നെ സെക്യൂരിറ്റി നമ്മളെ വേഗം ഫസ്റ്റ് തന്നെ കടത്തി വിട്ടു കേട്ടോ. പൊയ്ക്കോളൂ, കണ്ണൊന്നും ടെസ്റ്റ് ചെയ്യേണ്ടാലും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെയും കണ്ട്, പിന്നെ കുറേ കുട്ടി പട്ടാളങ്ങൾ അവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാവരും ഇക്കാനെ അങ്ങോട്ട് കുറച്ച് നേരം പരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിറങ്ങി. അൽഹംദുലില്ലാ അതുണ്ടോ മരുന്നുകൾ ഡോക്ടർ എടുത്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി. അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്ത് നമ്മൾ പുറമേ നിന്ന് വാങ്ങേണ്ടതല്ലേ. എപ്പോഴും ആ ഡോക്ടർ നമുക്ക് തരൂ കേട്ടോ, മരുന്ന് തരൂ കേട്ടോ. അതുകൊണ്ട് അതെന്താന്ന് വെച്ചാൽ വർഷങ്ങളായി നമ്മളെ അറിയാം, അതുകൊണ്ടാണ് ഡോക്ടർ തരുന്നത്. 2 ദിവസം ആകെ വിഷമത്തിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു. എന്നാലും മനസ്സ് ഇതാവാതെ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം പറഞ്ഞിട്ട് ഓട്ടത്തിലായിരുന്നു 2 ദിവസം. ഫോണ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓട്ടത്തിലായിരുന്നു. എന്താ പറയുക, കാരണം കുറച്ചായിട്ട് വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ. മെല്ലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാനൽ അങ്ങോട്ട് തുടങ്ങിയത്. അതിൽ വീഡിയോസും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ പോയില്ലേ. യൂട്യൂബിന് അറിയില്ലല്ലോ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, ഫോണ് കേടാണെന്നൊന്നും യൂട്യൂബിന് അറിയില്ലല്ലോ. അപ്പോൾ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണം, അപ്പോഴാണ് നമ്മുടെ വീഡിയോ കൊണ്ടുപോകുള്ളൂ, എല്ലാവരുടെ അടുത്തും എത്തുള്ളൂ, നമുക്ക് റീച്ചായി കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ മുടങ്ങുന്നത് എനിക്ക് നല്ല വിഷമമാണ്. ഞാൻ എത്ര വയ്യെങ്കിലും രാത്രിയാണെങ്കിൽ കൂടെ എഡിറ്റ് ചെയ്തിട്ടാണെങ്കിലും എന്ത് ചെയ്തില്ലെങ്കിലും, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ യൂട്യൂബിൽ ഡെയിലി വീഡിയോ ഇടും. അങ്ങനെയാണ് ഞാൻ. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ എൻ്റെ ഒരു പ്രതീക്ഷയാണ് ഈ ചാനൽ. അപ്പോൾ അത് മുടങ്ങിയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. പിന്നെ എൻ്റെയൊക്കെ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് സമാധാനിപ്പിച്ച്, വിഷമിക്കേണ്ട എല്ലാം പരീക്ഷണമാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇതിൽ മുടങ്ങണ പോലെ അങ്ങനെ ഒരു ഇത് വരികയാണ്. എന്ത് ചെയ്യുന്നത്, അപ്പോൾ പഠിച്ച ഓരോ പരീക്ഷണം തരികയാണ്. എന്താണ്, അപ്പോൾ അതിലൊന്നും വിഷമിക്കേണ്ട, എന്തായാലും ശരിയാവും. പിന്നെ ഒക്കെയും പറഞ്ഞു റിസ്ക് എടുത്തിട്ട് വീഡിയോ എടുക്കണ്ട, കാരണം സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ റിസ്ക് എടുത്തിട്ട് ഇനി വീഡിയോ എടുക്കണ്ട, പെട്ടെന്ന് ഫോണും പോയാൽ ആകെ ഇടങ്ങേറാവും. ചാനലുള്ള ഫോണല്ലേ,
അതുപോലെ ഇൻസ്റ്റ ഒക്കെ ആണ്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ഇല്ലാതിരുന്നത്. അങ്ങനെ അതിനൊരു വഴി ഞാൻ കണ്ടെത്തി. എന്താ പറയുക, അതില്ലാതെ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. ഫോണ് ഈ ഫൈക്കുട്ടൻ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫൈക്കുട്ടൻ താഴെ വീഴ്ത്തിയതും മൊത്തം അങ്ങോട്ട് പോയി, ഡിസ്പ്ലേ മൊത്തം കലങ്ങിപ്പോയി. ഡിസ്പ്ലേ മാറ്റിയതിന് ശേഷം ഭയങ്കര പ്രശ്നമാണ്, ടച്ചും കാര്യങ്ങളും എല്ലാം പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ, പടച്ചവൻ അതിനും എനിക്കൊരു വഴി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ എന്തായാലും വീഡിയോസൊക്കെ ഉണ്ടാവും. ഇന്ന് എന്തുകൊണ്ടപ്പോൾ ഇത്തിരി സന്തോഷത്തിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് ആശുപത്രി പോയി, കണ്ണിന് ഇക്കാക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഫോണിൻ്റെ കാര്യം ഓക്കെ ആയി കിട്ടി, അൽഹംദുലില്ലാ. അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പഠിച്ച ഞാൻ ഇന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും, അതായത് പോസ്റ്റ് ഇട്ടു ഇന്നലെ. ഇനിയിപ്പോൾ അത് ഒരുപാട് പേർക്ക് എത്തില്ലെങ്കിലോ എല്ലാവരും അറിയണം എന്തുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാത്തത്, കാരണം എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റിംഗ് ആപ്പുകളാട്ടോ, എൻ്റെ എഡിറ്റിംഗ് ആപ്പുകൾ, കമ്പനിയിൽ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആപ്പ്, അതുപോലെ ഫ്ലിപ്കാർട്ട് എല്ലാം കളഞ്ഞു, ആപ്പെല്ലാം കളഞ്ഞ് കുറച്ച് സ്പേസ് കിട്ടിയിട്ട് അങ്ങനെയാണ് ആ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് അറിയിക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തത്. അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും സന്തോഷമാണ്, ഇന്ന് എന്തായാലും ഹാപ്പിയാണ് ഇല്ലേ ഇക്ക. പിന്നെ എന്താ പറയുക, അല്ലെങ്കിൽ എപ്പോഴൊക്കെ നല്ല ടെൻഷനായിട്ട് എന്തെങ്കിലും വരുമ്പോൾ നല്ല ടെൻഷനായിരിക്കും. ഇപ്രാവശ്യം ഇക്ക എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നു. ഒരു 2 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിലും നമുക്കൊന്നും തന്നെ സംഭവിക്കില്ല, പഠിച്ചോ വെച്ച് തന്നെ എന്തായാലും സംഭവിക്കും. പഠിച്ചോ എന്താ പറയുക, ചാനൽ റീച്ച് ആവാനുണ്ടെങ്കിൽ അത് നമുക്ക് ആയി കിട്ടും. എല്ലാം അത് പോവാനാണെങ്കിൽ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ട് തന്നിട്ട് ഇപ്രാവശ്യം ഇപ്രാവശ്യം നല്ല സപ്പോർട്ട്. അല്ലെങ്കിൽ അന്ന് എനിക്ക് വെയ്യാണ്ടൊക്കെ ആയപ്പോൾ വേഗം ആള് കരയില്, എനിക്ക് എന്താ പറയാ, എൻ്റെ വയ്യാകിനെ കൂട്ടും പോലെയാണ് ആള് പെരുമാറുന്നത്, കരയ ആകെ ഇതാവുക. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഇക്കയും കൂടെ ഒരു മനസ്സ് സപ്പോർട്ട് തന്നപ്പോൾ ഞാനും മനസ്സുറച്ചിരുന്ന് ഇനിയിപ്പോൾ എന്താ പറയുക, റിസ്ക് എടുത്ത് ഞാൻ എന്തായാലും വീഡിയോ ഇടില്ല, എന്തെങ്കിലും ഒരു വഴി കിട്ടുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ തന്നെ ഒരു വഴി കണ്ടെത്തി ഫോണിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി. അതൊന്നുമില്ല, ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ഇടാതെ പറ്റില്ല, എന്തായാലും നമുക്ക് കൊണ്ടുപോകണം, ചാനൽ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റും. ഞങ്ങളുടെ ഇപ്പോൾ ഏക പ്രതീക്ഷയാണ് ഞങ്ങളുടെ ഈ ചാനൽ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വേറൊന്നുമില്ല. ഇക്ക കുഴപ്പമില്ല, ഇക്കടെ കണ്ണിൻ്റെ മുറിവ് കുറവുണ്ട്, പക്ഷെ മാറി എന്നല്ല കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലെൻസ് എടുത്തു മാറ്റിയിട്ടില്ല, ലെൻസ് അവിടെ തന്നെ വെച്ച് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത ചൊവ്വാഴ്ച നമുക്ക് വീണ്ടും പോയി കാണിക്കണം. അതൊക്കെയാണ് കാര്യങ്ങൾ. അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക കേട്ടോ, വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക, വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, ഒരു കുഞ്ഞു കുഞ്ഞു കമന്റുകൾ ഇടുക, അത്രയേ ഉള്ളൂ. ഇന്നെന്താ ബൊമ്മ കുട്ടിയോ എന്തെങ്കിലും ഒന്ന് പറയും, എന്തെങ്കിലും ഒന്ന് പറയും, സപ്പോർട്ട് ചെയ്യണം, പറയും സപ്പോർട്ട് ചെയ്യണം. അത് അറിയുള്ളൂ. എന്തൊക്കെ പാവാണ് കേട്ടോ, അത്രയ്ക്ക് പാവൊന്നല്ല, ഇങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. ഇല്ലല്ലോ പാവത്തിന്. പിന്നെന്താ, പിന്നൊന്നുമില്ല, അത്രയ്ക്കുള്ളൂ. കുട്ടികളൊക്കെ കളിക്കാൻ പോയിരിക്കുകയാണ്. ശരി 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 എന്നാ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി ഉള്ളവരോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫാമിലി നമുക്ക് കട്ട സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ടാണ്. നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടും എന്താ വീഡിയോ ഇടാത്ത, ഫോണ് ശരിയായില്ലേ, ഫോണ് നേരെയാക്കിയോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് മെസ്സേജും കോളും എല്ലാം വന്നിരുന്നു കേട്ടോ. എന്താണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ശരിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊക്കെ എന്തായാലും നമ്മുടെ ചാനലിൽ എന്നും വീഡിയോ ഉണ്ടാവും. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി ഒന്നുമില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടും, കാരണം നിലവിലെ എൻ്റെ ഏക പ്രതീക്ഷയാണ് എൻ്റെ ഈ ചാനൽ. അപ്പോൾ എനിക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്, എനിക്കുണ്ട്. പഠിച്ചവനും കൂടെ സഹായിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകും. ഗുഡ് നൈറ്റ്. അങ്ങനത്തെ സന്തോഷമൊക്കെ ഉണ്ട്, കണ്ണിൽ ശരിയായി എന്ന് പറഞ്ഞു കേട്ടോ. ഫോൺ ആണെങ്കിൽ കുറച്ച് കൂടുതലാട്ടോ, എല്ലാവരും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ ഫോണ് ഇക്കാക്ക്, അതായത് റേഡിയേഷൻ സമയത്ത് നമുക്ക് വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ഗൂഗിൾ പേ കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സെറ്റ്, ലോക്കൽ സെറ്റാട്ടോ, അതൊന്നും ഉണ്ടായിരുന്നു. ബ്രദർ വാങ്ങിച്ചിട്ട് അങ്ങനെ ആ സെറ്റ് ഉണ്ട്. അപ്പോൾ വേറെ നല്ല സെറ്റൊക്കെ കൊടുത്ത ആൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ലോക്കലാകുമ്പോൾ വലിയ എന്താ പറയുക, സ്ലോവും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ എന്നാലും വെറുതെ ഇരിക്കില്ലേ, ബോറടിക്കണ പറഞ്ഞ് ഫോൺ ഉപയോഗിക്കണേ. അപ്പോൾ താഴെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഫോൺ ഉപയോഗിക്കണ്ടെന്ന് കേട്ടോ.
അത്രയ്ക്കുള്ള ചേട്ടാ. ഗുഡ് നൈറ്റ്.